ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടുള്ള ഒരു വിഭവമാണ്. അതിനു വേണ്ടി ചിക്കൻ്റെ തൈയാണിത്. ഒരു 5 പീസ് തൈ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും നാരങ്ങ നീരും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഇറ്റാലിയൻ സ്പൈസസും കൂടി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണിത്. കുറച്ച് നേരം ഒരു അരമണിക്കൂർ ഇത് വെച്ചിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് തൈമ് ഫ്രഷ് ഉണ്ടായിരുന്നു, അതും കൂടി ഞാനിപ്പോൾ ഇടുവാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു, ഒരു അരമണിക്കൂറായി. ഇപ്പോൾ ഞാൻ പുറത്തെടുത്ത് വെച്ചു. ഇനി അതൊന്ന് തണുപ്പ് മാറട്ടെ, റൂം ടെമ്പറേച്ചർ ആവട്ടെ. ഇത് മാറ്റി വെക്കാം നമുക്ക്. ഈ സോസിന് വേണ്ടി നമുക്ക് ഗാർലിക് എടുക്കാം. അതുപോലെ ഒരു 3 എണ്ണം എടുക്കുക. എന്നിട്ട് ഇത് ഗ്രൈൻഡറിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക്, പിന്നെ ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ സവാള, ഒന്ന് കഴുകിയിട്ട് പകുതി സവാള നമുക്ക് ഈ ഗ്രൈൻഡറിലോട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നമുക്ക് പാൻ വെക്കാം. പാൻ വെച്ചൊന്ന് തീ കത്തിച്ച് പാനൊന്ന് ചൂടാവട്ടെ. ഇപ്പോൾ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ അതിലോട്ടിടാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ബാക്കി വെക്കണം. ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ ഞാൻ ഇതിലേക്ക് ഇടുവാണ്. ഇതൊന്ന് മീഡിയത്തിലെടുക്കുക. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നു. ആദ്യം വലിയ ഭാഗം മുകളിലായിട്ട് ഇതുപോലെ ഇടണം. ഇത് നമുക്കൊന്ന് മൂടി വെക്കാം. ചിക്കൻ അവിടെ ഇരുന്നൊന്ന് കുക്കാവട്ടെ. 80% കുക്കാവുമ്പോൾ നമുക്ക് തിരിച്ച് മറിച്ചുമിട്ട് 80% കുക്കാകുമ്പോൾ അതും എടുത്ത് മാറ്റാം. എന്നിട്ട് ഈ ചട്ടിയിൽ തന്നെ നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. നമുക്ക് ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഒരു വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ചെറുതായ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയത്തിന് ലോയ്ക്കും ഇടയ്ക്ക് നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. നമുക്ക് ചിക്കൻ റെഡിയായി നോക്കാം. ചിക്കൻ ഇപ്പോൾ 80% കുക്കായിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. നമുക്ക് സോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമ്മൾ ഇതിലേക്ക് എണ്ണയൊന്നും ഒഴിക്കണ്ട, ഇതിലുള്ള എണ്ണ മതി. ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക്, ഓണിയൻ ആൻഡ് ഗ്രീൻ ചില്ലി ഇത് ചതച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്കിടാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് വെക്കാം. ഒന്ന് കിടന്ന് മരിയട്ടെ. 5 മിനിറ്റ് കൂടി വെക്കാം. ഞാൻ നിങ്ങൾ 2 കാര്യം പറഞ്ഞില്ലായിരുന്നു. നിങ്ങൾക്കിത് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കയൻ പെപ്പർ കുറച്ച് ഇടാം. ഒരു സ്പ്രിങ്കിൾ ചെയ്താൽ മതി. പിന്നെ കുരുമുളക് പൊടി അത് നിങ്ങളുടെ ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അത് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഉള്ളിയെല്ലാം പൊരിഞ്ഞ് വന്നിട്ടിട്ട് നമുക്കിനി സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അത് കളറിന് വേണ്ടിയാണ് ഞാൻ ചേർക്കുന്നത്, അല്ലെങ്കിൽ വെളുത്തിരിക്കും. മഞ്ഞൾ ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ജീരകം, ഒരു ജീരകം 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. ഇവിടെ ക്രഷ് പെപ്പർ 1/4 ടീസ്പൂൺ.
അത് നിങ്ങളുടെ ആവശ്യം പോലെ ഇടാം കേട്ടോ. ഒത്തിരി ഇടരുത്, അതിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കരുത്. അതിൻ്റെ കൂടെ നമുക്ക് ഈ കോൺഫ്ലവർ വെള്ളത്തിൽ ഞാൻ കലക്കി വെച്ച് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കുക തീ. അതിലേക്ക് ഞാൻ പറയാൻ വിട്ടതാണ് നമ്മുടെ ഹെവി ക്രീം. അത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക, 1/4 കപ്പ്. ഒരു 1/4 കപ്പ് വെള്ളവും. ആ ബട്ടർ എടുത്ത് വെച്ചിട്ടിരിക്കുന്ന ആ പാത്രത്തിൽ തന്നെ ഞാൻ വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഇതിലോട്ട് ഒഴിച്ചതാണ് കേട്ടോ. ലോ ഫ്ലെയിം ആയിരിക്കണേ, കാരണം നമ്മൾ ഈ ഗ്രേവിയൊക്കെ കട്ട പിടിച്ച് പോകുമല്ലെങ്കിൽ. ഇനി നമുക്കിതിലേക്ക് ഇറ്റാലിയൻ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടില്ല, ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി, കാരണം ഞാൻ ഓൾറെഡി ഉപ്പിട്ടാണ് ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്നത്. 1/4 ടീസ്പൂൺ ടേസ്റ്റിന് വേണ്ടി മാത്രം കുരുമുളക് പൊടി. വെള്ളം കുറച്ചുകൂടി വേണമെന്ന് തോന്നുന്നു. 1/4 കപ്പ് കൂടി ഞാൻ ഒഴിക്കാൻ പോവുകയാണ് വെള്ളം, കാരണം ചിക്കൻ അതിനകത്ത് ഇടുന്ന് വേകണമല്ലോ. അപ്പോൾ 1 കപ്പ് മൊത്തം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഷുഗറും കൂടി ഞാൻ ചേർക്കുക. അത് എല്ലാ സ്പൈസും ഒന്ന് ബ്ലെൻഡായി വരാൻ വേണ്ടിയാണ്. എന്നിട്ട് ചിക്കൻ അതിലോട്ട് ചേർക്കാം. അപ്പോൾ ചിക്കൻ ഇതിലോട്ട് ഇടുമ്പോൾ ബോൺ താഴെയായിട്ട് വെക്കണം കേട്ടോ. അതുപോലെ ചിക്കൻ ഇനി ഒരു 20% കൂടി കുക്കാവാനുണ്ടല്ലോ. അപ്പോൾ ഈ ഗ്രേവിയിൽ കിടന്ന് ചിക്കൻ കുക്കാവട്ടെ. തീ ഒരു മീഡിയത്തിന് ലോയിൽ ഇടയ്ക്കോട്ട് മാറ്റിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. 15 മിനിറ്റായി ചിക്കൻ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നല്ലൊരു വെന്ത് വേവിക്കുന്നുണ്ട്. ഗ്രേവിയൊക്കെ കട്ട. ഇപ്പം നമുക്ക് ഉപ്പ് മുളക് ഇതൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കാം. എല്ലാം കറക്റ്റിനുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചീസ് ഇടാം. ഇത് ചിക്കൻ കവർ ചെയ്തിരിക്കുന്ന വിധത്തിൽ ചീസ് ഇടാം. ഇത് മെൽറ്റ് ആവട്ടെ. തീ ഓഫ് ചെയ്യാം. ചൂട് കൊണ്ട് തന്നെ അത് മെൽറ്റ് ആയിക്കോളും. ഓക്കെ, ഇപ്പോൾ ചീസെല്ലാം നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. ഞാൻ ആ ഒരു പച്ചവെള്ളം മാറ്റി വെച്ചില്ലേ, അതിങ്ങനെ ചെറുതായി അരിഞ്ഞത് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുന്നു. ഒരു കളറിനും ടേസ്റ്റിനും കൂടി കായൻ പെപ്പർ ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇത്രയും മതി. ഞാൻ ഇതിൻ്റെ കൂടെ പാസ്റ്റയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് പാസ്റ്റയിലോട്ട് പോകാം. പാസ്റ്റയ്ക്ക് ആവശ്യമായ വെള്ളം അടുപ്പത്ത് വെക്കുക. എന്നിട്ടൊന്ന് വെള്ളം ഒന്ന് തിളക്കട്ടെ. ഹൈ ഫ്ലെയിം വെച്ച് ഞാനിന്ന് അടച്ച് വെക്കുവാണ്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പാസ്റ്റ ഇടാം. വെള്ളം ഇപ്പോൾ തിളച്ചിട്ടുണ്ട്, നമുക്ക് പാസ്റ്റ ഇടാം. അപ്പോൾ പാസ്റ്റ ഇടുന്നതിന് മുന്നേ ഞാൻ അതിലേക്ക് ഉപ്പിടും. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ഒലിവ് ഓയിൽ ഇടുന്ന ടേസ്റ്റ് കിട്ടാനും തമ്മിൽ പാസ്റ്റ ഒട്ടിപ്പിടിച്ചിരിക്കാനും വേണ്ടിയാണ്. 1 ടീസ്പൂൺ നമുക്ക് പാസ്റ്റ ഇടാം. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് പെന്നെ പാസ്റ്റയാണ്. പലതരത്തിൽ പാസ്റ്റ കിട്ടുമല്ലോ, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. തുറന്ന് വെച്ച് അതൊന്ന് വേവട്ടെ. പാസ്റ്റ വെന്തതെന്ന് നോക്കാം നമുക്ക്. പാസ്റ്റ വെന്തിട്ടുണ്ട്. പാസ്റ്റ ശ്രദ്ധിക്കേണ്ട കാര്യം, പാസ്റ്റ ഒത്തിരി അങ്ങ് വേവിച്ച് കളയരുത്. ഈ പാകമാകാൻ പാടുള്ളൂ. നമുക്കിത് ഊറ്റാം. പാസ്റ്റ ഇപ്പോൾ ഊറ്റിയെടുത്തിട്ടുണ്ട്.
വെള്ളം പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഈ പാത്രത്തിലോട്ടിട്ടിട്ട് ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കും. തമ്മിൽ ഒട്ടാതിരിക്കാനും നല്ല ടേസ്റ്റും കുറച്ച് നല്ല ഫ്ലേവർ ഉണ്ടാകും. പിന്നെ പാസ്റ്റയ്ക്ക് ഒരു ഫ്ലേവർ വേണമല്ലോ, അതിന് വേണ്ടി ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കും. ഇതൊന്ന് തട്ടിക്കൊടുക്കും. ഇതിനടുത്തും ആകും. ശേഷം ഇത്തിരി ഇറ്റാലിയൻ സ്പൈസസ് കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കും. ഒന്നുകൂടി ഇളക്കി കൊടുക്കും. ഇത് മൂടി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനും പാസ്റ്റയും റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് സെർവ് ചെയ്യാം. അതിനകത്തിട്ട് ചീസ് പാസ്റ്റയുടെ പുറത്തോട്ട് ഇടുന്നു. നല്ല ചൂട് പാസ്റ്റയാണ്, അപ്പോൾ അത് മെൽറ്റായി വരും. ഇതിൻ്റെ പുറത്തോട്ട് ചിക്കൻ വയ്ക്കാം.